നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേബി കോൺ വെച്ചൊരു റെസിപ്പി ആയിട്ടാണ്. 2 ദിവസമായി ബേബി കോൺ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ബേബി കോൺ ആണ്. സ്റ്റാർട്ടറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ വെജിറ്റേറിയൻസിന് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ ഇതുപോലെ പനീർ വെച്ചിട്ടും സോയ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ചില്ലി ബേബി കോൺ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ബേബി കോൺ എടുത്തിരിക്കുന്നത് ഇത് ഏതാണ്ട് ഒരു 130 ഗ്രാം വരും. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം വേണം, ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചതുരത്തിൽ. പിന്നെ 2 പച്ചമുളക്, ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് സോയാ സോസ് വേണം, 4 ടേബിൾ സ്പൂൺ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ ഗ്രീൻ ചില്ലി സോസ് ഒരു 4 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ് വേണം, അതുപോലെ തന്നെ ഓയിൽ വേണം. ബേബി കോൺ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാം. ബേബി കോൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, 2 മുതൽ 3 ടേബിൾ സ്പൂണോളം. അതുപോലെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബേബി കോൺ ഇടാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു കോട്ടിംഗ് പോലെ ബേബി കോണിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ടിംഗ് പോലെ വരണം. അതിന് വേണ്ടി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ചു. നമുക്ക് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തതാണ് നല്ലത്. അങ്ങനെ അധികം ഫ്ലേവർ ഒന്നും ഇല്ലാത്ത വെജിറ്റബിൾ ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓയിൽ ചൂടായി വരുമ്പോൾ ബേബി കോൺ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനി കോരി മാറ്റാം. ഈ ഒരു ബാച്ച് കൂടെ ഉണ്ട്, അതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതും ആയിട്ടുണ്ട്. നമുക്കിതും മാറ്റാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇനി ബാക്കി പരിപാടിക്ക് വേണ്ടി ഒരു പാൻ വെച്ചു. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താണ്. ഇതിൻ്റെ കളർ എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത അതേ ഓയിലാണ്. അപ്പോൾ ഇതൊന്നിനി ചൂടായി വരണം. ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഇടാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാൻ. ഒരുപാട് വഴന്നു വരുമൊന്നും വേണ്ട. എന്നിട്ട് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോസ് ചേർക്കണം. നമ്മളൊരു 3-4 ടേബിൾ സ്പൂണോളം ചില്ലി സോസും അതുപോലെ തന്നെ സോയ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയ സോസ് ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലോർ എടുത്ത് വെച്ചുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്നു, ഒരു 2 ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തു. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളധികം വെള്ളം ഒഴിച്ചില്ല, അതുകൊണ്ട് തന്നെ കോൺഫ്ലോർ കൂടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായിക്കോളും. ഇത് ഒരുപാട് ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇതെല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബേബി കോൺ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചില്ലി ബേബിക്കോൺ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്റ്റാർട്ടറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.